ഷെയ്ഖുൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടി എന്താണെന്നല്ല ചോദിച്ചത്, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു? ആയിരത്തി 1987 എൻ്റെ കല്യാണം. ആ കല്യാണം കഴിച്ച് ഗർഭം ധരിച്ച്. പക്ഷെ ആദ്യത്തെ കുട്ടി മരിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ മടിയിൽ നിന്നാണ് പ്രസവം എന്ന് പറയുന്നത്. അതായത് ഞാൻ കാസർഗോഡ് ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഭാര്യ വീട്ടിൽ ആദ്യത്തെ പ്രസവത്തിന് ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി ആക്കലാണ് നമ്മളൊക്കെ സാധാരണ ചെയ്യല. അങ്ങനെ ആദ്യത്തെ പ്രസവമാണ്. അങ്ങനെ നമ്മളെ തുറാബ് തങ്ങളെ അയൽവക്കത്താണ് എൻ്റെ ഭാര്യ വീട്. 8-4 അത് ചെയ്യാം അവിടെയാണ്. അങ്ങനെ രാത്രി അന്ന് ഞാൻ അവിടെ നിന്ന്, പിറ്റേന്ന് രാവിലെയാണ് എനിക്ക് പോകേണ്ടത്. പോകുമ്പോൾ ഞാൻ അവിടെ പോയി രാത്രി അവിടെ നിന്ന്. അങ്ങനെ രാത്രി ഇരുന്നപ്പോൾ പെട്ടെന്നൊരു ശബ്ദം. ഞാൻ മാളികൻ്റെ മുകളിലാണ്. ശബ്ദം മാളികൻ്റെ വരൻ്റെ തട്ടിൻ്റെ മാളികൻ്റെ മുകളിലാണ്. പെട്ടെന്നൊരു ശബ്ദം, പെണ്ണിൻ്റെ ശബ്ദമാണ് കേട്ടത്. അങ്ങനെ ഞാൻ വേഗം താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ പിന്നെ ഇവളെങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഉപ്പനോട് ഇവളൊന്നും പറയണതില്ല. അവരിങ്ങനെ വയറ്റിന്ന് പോകാനുണ്ട് എന്നുള്ള എനിക്ക് ആദ്യത്തെ പ്രസവമാകുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ തളർത്ത് പോവും, തിരിച്ചു പോരും. അങ്ങനെ ഈ ശബ്ദം കേട്ടപ്പം ഉറപ്പം അങ്ങനെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞ് കുട്ടീൻ്റെ തല പുറത്ത് ഉണ്ട്, പ്രസവിച്ചെന്നും തോന്നുന്നുണ്ട് പറഞ്ഞോട്. അപ്പം ഞാൻ പിടിച്ച് വേഗം വണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞ് രണ്ടാമത്തെ അളിയൻ വണ്ടി വിളിച്ച് വേഗം പേട്ടയിലുണ്ടൊരു ഹോസ്പിറ്റൽ, അവിടേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തി പ്രസവിച്ച്. എങ്ങനെയാണ് അവർ പ്രസവിച്ചതാണോ എങ്ങനെ നമുക്ക് അതിനെ പറ്റിയൊന്നും ഇതില്ല. ഏതായാലും കുട്ടി പുറത്ത് തോന്നും. പിന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മടിയിലാണ് കിടക്കുന്നത്. എൻ്റെ കാലിൻ്റെ തുടമ്മൽ തട്ടുന്നത് എനിക്കറിയാം. അങ്ങനെ അവിടെ കൊണ്ടുപോയി വന്ന് ആ കുട്ടി മരിച്ച്. രണ്ടാമത് താമസിക്കാതെ വീണ്ടും ഗർഭമായതിൻ്റെ ശേഷം പിന്നെ ഒരു 17 ദിവസം ആ കുട്ടി ജീവിച്ചത് മെഡിക്കൽ കോളേജിൽ നവജാത ശിശുക്കളതിയിലാണ് കിടക്കുന്നത്. കുട്ടി നവജാത കുട്ടികളുണ്ടാവുമല്ലോ, തേയാതെ പ്രസവിക്കുന്ന 8-ാം മാസത്തിൽ പ്രസവിച്ചിക്കണ്. പക്ഷെ കുട്ടി വളർച്ചല്ല. പിന്നെ ബൾബിൻ്റെ തുള്ളി ഇങ്ങനെ കത്തി ഇങ്ങനെ കിടക്കുന്നല്ലാതെ. അപ്പം അങ്ങനെ പ്രസവം കഴിഞ്ഞാൽ കൂടുതൽ ദിവസം മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾ ഇവർ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറയും, കുട്ടികളെ കിടത്തല. പക്ഷെ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ട്. ഇവിടെ ഡോക്ടർ ചേവായൂർ ഡോക്ടർ ഭദ്രൻ സാറ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അവരോട് പറഞ്ഞു ഇങ്ങനെ വിഷയമുള്ളത് തന്നെ. ഓളവിടെ നിന്നോട്ടെ, വാർഡിൽ നിന്നോട്ടെ, കുട്ടി അവിടെ നിന്നോട്ടെ, ഓള് കുട്ടിയിട്ട് പോയാൽ മതി, കുട്ടീനും കൊണ്ടിട്ട് പോയാൽ മതി. അങ്ങനെ വളരെ വാങ്ങും. കുട്ടി അതിൻ്റെ ഉള്ളിലാണ്. ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്, മുല കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൾ അങ്ങോട്ട് പോകും. കുട്ടിക്കൊന്നും കാരണം കുട്ടിക്ക് വലിക്കാനുള്ള ആരോഗ്യം കുട്ടിക്കില്ല. ചില ദിവസങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും, കുടിച്ചോടെ കൊണ്ടുവരും. ആ കുട്ടി ആ വാർഡിലാണ് നിൽക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചില്ല. ഇത്ര കാവിൻ്റെ കാര്യം തീരുമാനിച്ചത് ഷെയ്ഖുനെ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് പോയി. ഷെയ്ഖുനാൻ്റെ അടുത്തെത്തി. ഞാനും എൻ്റെ രണ്ടാമത്തെ അളിയനും മൂത്തളിയനും അവളെ ഭാര്യൻ്റെ ആങ്ങളും അളിയനും അങ്ങോട്ട് ചെന്ന്. ഷെയ്ഖുന നല്ല ആളുകളൊക്കെ പുതിയ പെരയിലാണ്, ഭയങ്കര ജനവും ലൈൻ നിൽക്കുന്ന സമയമാണ്.
ഷെയ്ഖുനോട് കാര്യം പറഞ്ഞ് എൻ്റെ കുട്ടി ആദ്യത്തെ പിന്നെ കുട്ടി ഇങ്ങനെ ആദ്യത്തെ എന്ന് പറഞ്ഞില്ല, കുട്ടി മെഡിക്കൽ കോളേജിലാണ്, വളരെ ഇതിലാണ് തയ്യാതെ പ്രസവിച്ചതാണ് എന്നല്ല. ഷെയ്ഖുൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടി എന്താണെന്നല്ല ചോദിച്ചത്, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു ചോദ്യം. ഫസ്റ്റത്തെ കുട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, ഫസ്റ്റത്തെ കുട്ടിയാ ചോദിച്ചു. ഷെയ്ഖുൻ ആദ്യത്തെ കുട്ടി എന്തായിരുന്നു കുട്ടിയെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ കുട്ടീനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കുട്ടി ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ കുട്ടി എന്തായിരുന്നു? ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു പറഞ്ഞു. ഈ കുട്ടി ജീവിക്കുകയില്ല, കുട്ടി ജീവിക്കുകയില്ല. ഞാനത് കേട്ടപ്പോൾ തന്നെ, കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ കുട്ടീൻ്റെ വളരെ ഇതിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഷെയ്ഖുനോടെ പറയുമ്പോൾ നമുക്കൊരു വേജാറും തോന്നുന്നില്ല. ഷെയ്ഖുനയാണല്ലോ പറയുന്നത്. ആദ്യത്തെ കുട്ടി എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കുട്ടി ജീവിക്കില്ല. അപ്പോളെ ഈ കുട്ടീനെ പറ്റി അപ്പോളെ പറയുന്നുള്ളൂ, കുട്ടി ജീവിക്കുകയില്ല എന്നല്ല. പോവാം. ആ കുട്ടിയുടെ മരണം പോലും ഷെയ്ഖുനെ കാണുകയാണ്. അതാണ്. ഇറങ്ങി, ഞാനും അളിയനും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. പോവാം എന്നാണ്. ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഉണ്ടല്ലോ മറ്റേ റൗണ്ട് എന്നുള്ള ബസ് അവിടെ തിരിച്ച് ഇങ്ങോട്ട് എടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് എത്തിയപ്പോൾ ഞാൻ മുമ്പൊരു മഹാനെ കണ്ടു, നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല. നമ്മൾ ആലുവായി അബൂബക്കർ മുസ്ലിയാർ അതേമാതിരി ഒരു അതേ ഷേപ്പുള്ള പേര് മറന്നുപോയി, ഓർക്കുന്നില്ല എന്താണുള്ളത്. അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു. ഇറങ്ങി വരുന്ന വ്യക്തി എത്ര ദൂരത്താണ് നിൽക്കുന്നത് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 100-150 മീറ്റർ ദൂരത്താണ് മൂപ്പര് നിൽക്കുന്നത്. ഒരു തുണി മാത്രം ഉടുത്തിട്ടുണ്ട്. ഭയങ്കര നീളമുള്ള ആളല്ലേ. തുണി എടുത്തിട്ട് കുപ്പായിട്ടിട്ടില്ല. ഒരു കുട്ടീനോട് എന്തോ ഒരു സാധനം കൊണ്ടേപ്പിക്കും. ഞങ്ങൾ വിട്ടു നിന്നാണ്. അപ്പം ഞാൻ അളിയനോട് പറഞ്ഞു, അളിയ ഞാൻ നിങ്ങളോട് മുമ്പ് ഒരാൾ പറഞ്ഞു തരുന്നില്ല, മറ്റേ ആളെ നിൽക്കുന്നത്, നമ്മൾ പോയി കാണുകയാണ്. ഞാൻ അവിടെ അങ്ങനെ നിന്നപ്പോൾ ആ കുട്ടി എന്തോ കൊണ്ടുപോയി കൊടുത്തു. കുട്ടീൻ്റെ അടുത്ത് നിന്ന് അത് വാങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ വാങ്ങിയിട്ട് തുറക്കലും പിടിക്കും, വലിക്കുകയാണ്. സിഗരറ്റ് പോലത്തെ എന്തോ ഒരു സാധനം വലിക്കുന്നുണ്ട്. അത് വലിച്ചുകൊണ്ട് ഇങ്ങനെ ഊതിക്കാണ്ട് അതിൻ്റെ നേരെ മുന്നിൽ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ മുകളിൽ കടയിൽ പോയി. അപ്പം ഞാൻ അളിയനോട് പറഞ്ഞു, നമ്മളും പോവാണ്. ഏതായാലും ഷെയ്ഖുനാൻ്റെ അടുത്ത് വരികയല്ലേ, നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേന് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലോ. അങ്ങനെ അങ്ങോട്ട് ചെന്ന് മോൾക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഓഫീസിലിരിക്കുന്ന ആൾ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റൂല. അപ്പം എന്താ കയറിയാലും ഞാൻ ചോദിച്ചിട്ടില്ല, കാണുമോയെന്ന് ചോദിച്ചു. ഞാൻ കാണും. ഞാൻ സർബത്തേറ്റ് പോകുന്നുണ്ട്, സർബത്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പപ്പാനോട് ചോദിച്ച് നോട്ടയാണ്. അപ്പോൾ ഞാനൊരു അടിയോട് താഴത്ത് അവിടെ നിന്ന് സർബത്ത് കെട്ടി റൂമിൻ്റെ ഉള്ളിലേക്കാണ് പോയി. റൂമിലേക്കാണ് ചെന്നപ്പം സർബത്ത് കൊടുത്ത്, നിങ്ങളെ കാണാനുണ്ട്, പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്നാണ്. സർബത്ത് കൊടുത്ത് മൂപ്പര് പുറത്ത് നിങ്ങൾ കയറി കൂടി ഞാൻ വിവരം പറഞ്ഞിരുന്നു. അങ്ങോട്ട് കയറിയപ്പോൾ ഒരു മനുഷ്യനെ എത്രയോ നീളത്തിൽ നീളം കണ്ടാൽ നമുക്ക് നല്ല പേരും തടിയല്ലേ കാര്യം പറഞ്ഞു. അപ്പോൾ ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയവരൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടി മെഡിക്കൽ കോളേജിലാണ് ഈ വിഷയങ്ങൾ പറഞ്ഞു. ഒന്നും മിണ്ടുന്നില്ല എന്ന് ഇങ്ങനെ കിടക്കുന്നതെന്നല്ല, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. മിണ്ടാതായപ്പോൾ ഞാൻ ചിന്തിച്ച് ഷെയ്ഖുന പറഞ്ഞതിൻ്റെ അപ്പുറം ഇല്ല എന്നാകും എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ച് ആ കുടിച്ച സർബത്ത് കുറച്ച് എനിക്കും തന്ന്, കുറച്ച് അളിയാനും കൊടുത്ത് അത് കുടിച്ച് ഒന്നും മിണ്ടുന്നില്ല. ദ്വാരക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ ദ്വാര ചെയ്യാമെന്ന് ഇങ്ങോട്ട് ഇറങ്ങി രാത്രിയാണിത് സംഭവം. ഇങ്ങോട്ടെത്തി കുട്ടീൻ്റെ അരികത്തേക്ക് കുട്ടിക്ക് അസുഖം കൂടിയാണ്. പക്ഷേ ഷെയ്ഖുനാൻ്റെ അടുത്ത് ജീവിക്കൂല എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതിപ്പോൾ അനുഭവത്തിൽ വരികയാണെന്ന് മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു വരികയാണ്. മറ്റങ്ങോട്ട് കൂടിയാണ്. അപ്പം മനസ്സിലായിക്കൂല പിന്നെ ബലി കളിക്കുന്ന മുഴുവനും ഇവർ ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ആ വകുപ്പിൽ കൂടെ കൊണ്ടുവന്ന് സാധനം കൊണ്ടുവരലൊക്കെ നിർത്തി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി ഏതായാലും ഒപ്പിട്ട് കൊണ്ടുപോകാം. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പെരിയിൽ കാണുന്നവർക്ക് കാണുകയെ ഒക്കെ ചെയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ തരാൻ പറഞ്ഞപ്പം നഴ്സിനോട് പറഞ്ഞ് അങ്ങനെ തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പിതാവാണ്. ഞങ്ങൾ എഴുതി തരണം
പിതാവിൻ്റെ സ്വന്തം റിസ്കില്. ആണിത് കൊണ്ടുപോകുന്നത് തന്നെ ഈ ഒപ്പിട്ട് തരാനാണ്. ഞാൻ ഒപ്പിട്ട് തരാനാണ്. ഒപ്പിട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി കുട്ടീനെ കഴിയുമ്പോൾ കുട്ടീൻ്റെ കൈമേലൊക്കെ ഇത് കുത്തിയിട്ടിരിക്കുകയാണ്. രക്തം അവിടെ ഇവിടെ കയറ്റി രക്തം കയറ്റിക്കൊണ്ടേ നിൽക്കുകയാണ് കുട്ടിക്ക്. ഇങ്ങോട്ട് ഊരെടുത്ത് പോയി രക്തം ഒന്നായിട്ട് പോകുന്നത്. അവിടെ പോലെ എന്തോ പ്ലാസ്റ്റൊക്കെ വെച്ച് ഒട്ടിച്ച് ഇതാക്കിയാണ് കുട്ടീനെ മാറ്റി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ടാക്സി വിളിച്ച് നമ്മളെ കോഴിക്കോട് ഇവിടെ വട്ടക്കിണറിൻ്റെ അവിടെ കണ്ട് എത്തിയപ്പോൾ കുട്ടി മരിച്ചു. ഇത്ര ടൈമേ കിട്ടിയിട്ടു. മരിച്ച് മറവ് ചെയ്ത് പിന്നെ കുറച്ച് ദിവസം ഒരു 2 മാസം 2 കുട്ടി മരിച്ചു. 2 കുട്ടി മരിച്ചു. പിന്നെ പെരയത്ത് കൂടി ഇതിൻ്റെ ചിന്തയുടെ കയറ്റി കൂടി പണിക്കൊന്നും പോയില്ല. 2 മാസം തികയാൻ 3 മാസത്തിൻ്റെ അടുത്ത് കണ്ടെത്തിയപ്പോൾ ഞാൻ ശിവനൻ്റെ അടുത്ത് പോയി.